ഹായ് ഫ്രണ്ട്സ്, അഗ്രി ഇൻഡെക്സ് 2024 കോയമ്പത്തൂർ വെച്ച് ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ജൂലൈ 14 ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്നലെ പോയത് കണ്ടു. കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത്. എല്ലാ വർഷവും നടക്കാറുണ്ട്. 22ാമത്തെ വർഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 40 ഏക്കർ വലിപ്പമുള്ളൊരു പ്രോപ്പർട്ടിയിൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിനകത്താണ് ഇതിൻ്റെ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു 7-8ഓളം ഹാളുകളിനകത്തായിട്ടാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറേ എക്സിബിറ്റ്സ് ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് AC ആയിട്ടുള്ള 4-5 വലിയ ഹാളുകൾക്കകത്ത് ഒരുപാട് എക്സിബിറ്റേഴ്സ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ മെയിനായിട്ട് നോട്ടീസ് ചെയ്തതിനകത്ത് വന്നിട്ടുള്ളതിൽ കൂടുതലും ഇറിഗേഷനെ പറ്റിയുള്ള സ്റ്റോൾസാണ്. ഇറിഗേഷൻ വെച്ചാൽ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ തൊട്ട് സ്മാർട്ട് IoT വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഇറിഗേഷൻസ് വരെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കിതിനകത്ത് അട്രാക്റ്റീവായിട്ട് തോന്നിയത് മോഡേണൈസേഷൻ, അഗ്രികൾച്ചറിനകത്തുള്ള മോഡേണൈസേഷൻ. ഒരുപാട് ഹെവി ഡ്യൂട്ടി മെഷീൻസിൻ്റെ എക്സിബിഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ കൃഷിപ്പണിക്ക് ഏത് പണിയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള മെഷീൻ തൊട്ട് വലിയ ഹാർവസ്റ്റേഴ്സ് വരെ ഇതിനകത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓർഗാനിക് വളർച്ചാ ബൂസ്റ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റോളുകളുണ്ടായിരുന്നു. കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് സീഡ്സൊക്കെ കിട്ടുന്ന സ്റ്റോളുകളുണ്ടായിരുന്നു. കൂടാതെ പുതിയ മെഷീനറീസ് പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പുതയിടൽ, അതായത് മൾച്ചിങ്ങിനും പിന്നെ വീഡ് മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയുള്ള 1-2 സ്റ്റോൾസ് കണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മൾച്ചിങ് ഷീറ്റ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാണാനുണ്ടായിരുന്നു. അത്രയൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടതിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഫുൾ എടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോകണമെങ്കിൽ ഒരു ദിവസത്തെ കവറേജിനുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. അല്ലെങ്കിൽ ഓരോ സ്റ്റാളിലും മലയാളം അറിയുന്നുള്ള ആൾക്കാർ പ്രത്യേകം നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ആളെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെ തരും. കൂടാതെ ഒരുപാട് മലയാളീസിന് അത് കാണാൻ പറ്റും. പിന്നെ ഓൾ ഓവർ ഇന്ത്യ മുഴുവനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് മാനുഫാക്ചേഴ്സും സെല്ലേഴ്സും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ കൃഷിയുടെ കാര്യങ്ങൾക്കായിട്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ഉപകാരപ്പെടുന്നൊരു ട്രേഡ് ഫെയറാണ് ഈ അഗ്രി ഇൻഡെക്സ്. ഈ വർഷം നിങ്ങൾ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഇത് എല്ലാ വർഷവും വരുന്നുണ്ട്. കോയമ്പത്തൂർ വെച്ചാണ് നടക്കാറുള്ളത്. അടുത്ത വർഷം പോയി കാണുക. ഇതിലും കൂടുതൽ പുതിയ ടെക്നോളജീസൊക്കെ ആയിരിക്കും അന്ന് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. കൃഷിയിൽ ഇപ്പോൾ ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫോളിയർ ആപ്ലിക്കേഷൻസൊക്കെ. അപ്പോൾ ഒരു 4-5 സ്റ്റോളുകളിൽ ഡ്രോണിനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഹൈഡ്രോപോണിക്സിനെ പറ്റി പറയുന്ന സ്റ്റോളുകളൊന്നും കണ്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു സ്റ്റോൾ എന്നെ അട്രാക്റ്റ് ചെയ്തു. ഇത് യാരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള NPK പോലുള്ള കെമിക്കൽസ്, നമ്മൾ ഹൈഡ്രോപോണിക്സിന് യൂസ് ചെയ്യുന്ന വാട്ടർ സോളബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇവരുടെ കമ്പനിയിലാണുള്ളത്. ഇവരുടെ ഒരു കോൺടാക്ട് ഞാൻ നോക്കിയെടുക്കായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മലയാളിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനെ കണ്ടു. പുള്ളി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഏതെങ്കിലും കോൺടാക്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോളിൽ ഹൈഡ്രോപോണിക്സിന് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്ലാബ് ഉണ്ടല്ലോ, അതായത് പീറ്റിൻ്റെ സ്ലാബ്, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് തോന്നി.
പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഓട്ടോമേഷനും പിന്നെ റിമോട്ട് കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഏക്കർ കണക്കിന് ഫാം ഉണ്ടെങ്കിൽ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ വാൽവുകൾ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണും ക്ലോസ് ആവുന്ന വാൽവുകളും മറ്റു വാട്ടർ ലെവൽ കൺട്രോളറും ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു റോബോട്ടാണ്. ഇവൻ്റെ പണിയെന്ന് പറഞ്ഞാൽ കുറേ തേങ്ങകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ചെറുതിനെ ചെറുതിൻ്റെ ബോക്സിലും വലുതിൻ്റെ ബോക്സിലോട്ട് സോർട്ട് ചെയ്യുന്നുള്ളതാണ്. ആൾ അത്യാവശ്യം സ്ലോ ആണെങ്കിലും മടുപ്പൊന്നുമില്ലാതെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും കുറേ സ്മാർട്ട് ഇറിഗേഷൻ്റെ സാധനങ്ങളാണ്. മിക്കതും സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതെല്ലാം മൊബൈൽ കണക്ടിവിറ്റിയും റിമോട്ട് കൺട്രോളിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണ്. ചില സ്റ്റോളുകളിൽ പോകുമ്പോഴേക്കും എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെ സ്റ്റോളിൽ പോയപ്പോഴേക്കും ഇവിടെ ഒരു 90,000 അറൗണ്ടുള്ള ഒരു 7 HP ടില്ലർ അവരുടെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് ബുക്ക് ചെയ്യണമെങ്കിൽ 60,000 സംതിങ്ങിന് കിട്ടുമെന്നുള്ളൊരു ഓഫറൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ഉടനെ ടില്ലറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കോൺടാക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു.
നമ്മൾ ട്രെയിനിലാണ് പോയത്. അത്യാവശ്യം ഒരു കുഞ്ഞ് ബാക്ക് പാക്കിനകത്തെല്ലാം പാക്ക് ചെയ്ത് പോയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എന്നാലും കയ്യിൽ കിട്ടിയ കുറച്ച് ഹൈബ്രിഡ് സീഡ്സും പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഒരു ലോഡ് ബ്രൗഷേഴ്സുമായിട്ടാണ് നമ്മൾ മടങ്ങി വന്നത്. ഏതായാലും ഒരു ഫുൾ ഡേ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. അടുത്ത വർഷത്തെ അഗ്രി ഇൻഡെക്സ് നിങ്ങൾ മിസ് ചെയ്യേണ്ട, ഇപ്പോഴേ തന്നെ നോക്കി വെച്ചിരിക്കുക. അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് പോയി കാണുന്നത് എന്തായാലും വർത്ത് തന്നെയാണ്. ബേസിക്കായിട്ട് സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 100 ഇരട്ടി, ഞാൻ പറഞ്ഞതിൻ്റെ 100 ഇരട്ടിയായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.